തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം പുതിയ അധ്യക്ഷന്മാരുമായി ഭരണത്തിരക്കിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്ന ചൊല്ലൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പലരും ആദ്യ ദിനങ്ങളിൽ വാഗ്ദാനങ്ങൾ വാരിക്കോരിച്ചൊരിഞ്ഞു. കാരായി രാജനും ചന്ദ്രശേഖരനെയും ഒന്നും കൂടാതെ നിരവധി കലാപ്രതിഭകളെയും CPIM അണിനിരത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ഗായിക ദലീമയാണ് അതിൽ പ്രധാനി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായി തന്നെ ദലീമയെ പാർട്ടി പ്രതിഷ്ഠിച്ചു കളഞ്ഞു. ദലീമയ്ക്കാണെങ്കിൽ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഏറെയാണ്. കലയിൽ നിന്ന് വന്നവളാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവരുടെ ദുഃഖങ്ങളിലേക്ക് ഇറങ്ങി അവർക്ക് വേണ്ടി നല്ല പ്രവർത്തനം കാഴ്ചവെക്കുവാൻ സാധിക്കും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുമുണ്ട്. ഒത്തിരി നാടകഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ഇതിലെല്ലാത്തിലുമൊക്കെ ഈ സാധാരണക്കാരായ മനുഷ്യർ, സമൂഹത്തിൽ നീതി കിട്ടാതെ പിടയുന്ന കുറേ മനുഷ്യരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഈ പാട്ടിലൂടെ അനുഭവിച്ച ഇത്രയും വർഷങ്ങൾ, 10-21 വർഷമായിട്ട് ഞാൻ പാട്ടിൻ്റെ ഫീൽഡിൽ ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. അതിനാൽ തന്നെ അത് എൻ്റെ ഹൃദയത്തിലേക്ക് എപ്പോഴും ഉള്ളിൽ തട്ടിക്കൊണ്ടാണ് പാടുന്നതെങ്കിലും ഞാൻ കവിത എഴുതി വയ്ക്കുക, ഈ മനുഷ്യർക്ക് ദൈവമേ ഇവിടെ നിന്ന് ഒന്നും ചെയ്യാതെ നമുക്ക് ഒരു മനുഷ്യജീവി എന്നുള്ള നിലയിൽ എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ചെയ്യാതെ കുറച്ച് പാട്ടുകൾ മാത്രം പാടിയത് കൊണ്ട് നമ്മളൊന്നും ആകുന്നില്ല എന്നൊരു തോന്നൽ എപ്പോഴും ഉണ്ടാകുമായിരുന്നു. ഏതായാലും അതൊരു നിമിത്തം പോലെയായി രാഷ്ട്രീയത്തിലേക്ക് വരുവാൻ. അപ്പോൾ ഇനിയിപ്പോൾ സമൂഹത്തെ ഞാൻ ശരിക്കും സേവിച്ച് നല്ല പ്രവർത്തനം കാഴ്ചവെക്കണമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പറ്റും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എനിക്ക് കൂടുതൽ ചിന്തകൾ വരുന്നത് ഒരു 10-70 വയസ്സുള്ള മനുഷ്യർക്ക് എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ നിഷ്കളങ്കതയിൽ നിന്ന് ഞാൻ ചിന്തിക്കുന്നത് അവർക്ക് പിന്നെ വിദ്യാഭ്യാസമല്ല, മരുന്ന്, ഒരു പൈസ ഒന്നും മുടക്കാത്ത പ്രായമുള്ളവന് പിന്നെ എന്നും അവരുടെ ജീവിതകാലം, പിന്നെയുള്ള ജീവിത ദൈർഘ്യം തീരുന്നത് വരെ അവർക്ക് അവരുടെ അസുഖങ്ങൾക്കുള്ള മരുന്ന് ഫ്രീ ആയിട്ട് നമുക്ക് അനുവദിക്കപ്പെടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ വീടില്ലാത്തവന് വീടുകളും, അങ്ങനെ ഒത്തിരി നല്ല നല്ല പ്രൊജക്റ്റുകൾ എൻ്റെ ഹൃദയത്തിലുണ്ട്. അപ്പോൾ അതിപ്പം സാറൊക്കെ ഉണ്ട്, കൂട്ടത്തിലുണ്ട്. നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പ്രവർത്തിക്കും. എല്ലാ സ്വപ്നങ്ങളും ഫലിപ്പിക്കാൻ വൈസ് പ്രസിഡന്റ് കസേര ഉപകരിക്കട്ടെ. എന്തായാലും അധികാരത്തിലെത്തി. അപ്പോൾ പിന്നെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വക ഒരു പാട്ടുമാകാം. ഒരു സാന്ത്വനമാകാം, ഒരു സാന്നിധ്യമാകാം, ഒരു കോടി നന്മകളാകാം, ഒരു തിരിയായി മാറാം, ഒരു നദിയായി തീരാം, കുളിരേകും ഓർമ്മയായി തീരാം, ഒരു ചെറുതരുവിൻ്റെ തണലായി മാറാം, ജനിമൃതികളിൽ ജീവനായി തീരാം, ഓ ഒരു സാന്ത്വനമാകാം. പാട്ടും സംഗീതവും ഒന്നും പക്ഷേ KM മാണിക്കും K ബാബുവിനും കോൺഗ്രസ്സുകാർക്കും ഒന്നും സഹിക്കില്ല. കാരണം അങ്ങനെയുള്ള അവസ്ഥയിലാണല്ലോ ബാർക്കോഴ ഇരിക്കുന്നത്. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. തിങ്കളാഴ്ച വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.